ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിനെ കുറിച്ചും അതിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. നമുക്കറിയാം ഈ രാജ്യത്തെ ജനത ഏതാണ്ട് 2014 മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ അസ്ഥിരമായ സർക്കാരുകളുടെ മുമ്പിൽ അനുഭവങ്ങൾ ഒരുപാട് അവർക്ക് പങ്കുവെക്കേണ്ടി വന്നു. അതിന്റെ ഫലമായി ചില പ്രാദേശിക കക്ഷികൾ, രാജ്യദ്രോഹ പ്രസ്ഥാനങ്ങൾ, അഴിമതി വീരന്മാർ, വിധ്വംസക പ്രവർത്തകന്മാർ, ഇവരോടൊക്കെ ഭരണകൂടങ്ങൾ പലപ്പോഴും അധികാരത്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് ഒരു ജന അഭിമുഖിച്ചു. അതിൽ നിന്നുള്ള ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു 2014 നരേന്ദ്രമോദിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത് സുസ്ഥിരമായ ഒരു ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കും, നിശ്ചയദാർഢ്യത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കും, ഈ ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ എടുക്കും, രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെന്റ് ഭാഗത്തുണ്ടാവില്ല. വിദേശ രാജ്യങ്ങൾ ഇന്ത്യ രാജ്യം കരുത്താകുന്നതോടുകൂടി ഒരുപക്ഷെ വളരെ ഭൂതകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നതിന്റെ രാജ്യത്തിന്റെ യശസ് വിദേശ രാജ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. രാജ്യത്തെ സാമ്പത്തികമായിട്ട് ലോകത്തിലെ മികച്ച ശക്തിയാക്കി മാറ്റും. രാജ്യത്തെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ഈ ഗവൺമെന്റിന് സാധിക്കും. യുവാക്കളുടെ തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിൽ കർശനമായ നടപടികളും അതോടൊപ്പം രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ ഹനിക്കാതുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകൾ എന്ന് പറയുന്നത് ഇവയുടെയൊക്കെ സ്വീകാര്യത ഇന്ത്യൻ ഭരണകൂടത്തിന്റെ മുമ്പിൽ അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. മറുപക്ഷത്തോ അഴിമതിയിലും വർഗീയതയിലും കെട്ടുകാര്യസ്ഥതയിലും രാജ്യദ്രോഹ ശക്തികളെ സ്ഥാപിക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലുമൊക്കെ അധികാരം എന്ന ഒരേ ഒരു കാര്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാവുന്ന ഒരു ഭരണകൂടം. നമുക്കറിയാം, നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനതയുടെയും മനസ്സിലുണ്ടായിരുന്നത് അവരുടെ ഭാവി, അവരുടെ ജീവിതം, അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ, അവരുടെ ആത്മാഭിമാനം, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമൂഹത്തിന്റെ സുസ്ഥിരത, ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു നിസ്സാരമായ തെരഞ്ഞെടുപ്പായിരുന്നു. വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിച്ചത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാജ്യം മെല്ലെ മെല്ലെ വളരെ സാവകാശത്തിൽ ഈ തരത്തിലുള്ള ധനാത്മകമായ പോസിറ്റീവായ ഒരു ചിന്താധാരയിലേക്ക് എത്തും. രാജ്യം എന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തും. രാജ്യ സുരക്ഷ എന്നതിലേക്ക് എത്തുന്നു. ഒരു ഭരണാധികാരി ആപത്ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ദിശാബോധം നൽകുകയും ഞങ്ങളുടെ രാജ്യത്തിന്റെയും ജനതയുടെയും സുസ്ഥിരവും പോസിറ്റീവുമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളവനാവുകയും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കണമെന്ന ബോധ്യം അവർക്കുണ്ടായി. അവർ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അവർക്ക് കാണാൻ സാധിച്ചത് രാജ്യം ലോകത്തിന്റെ 3ാം സാമ്പത്തിക ശക്തിയായി മാറുന്നു. രാജ്യത്തിന് വ്യാവസായിക മേഖല കരുത്തു പ്രാപിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് രംഗത്തോടൊപ്പം തൊഴിലില്ലായ്മ രംഗത്തുണ്ടാകുന്ന അവഗണനയിൽ നിന്നും അതിനുകൊണ്ട് യുവാക്കൾക്ക്, വിദേശങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് പോലും രാജ്യത്തിലെ പുതിയ വ്യവസായ സംരംഭങ്ങളിലും രാജ്യത്ത് വരുന്ന മാറ്റങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായ മുന്നേറ്റ യുവാക്കൾക്ക് പൊതുവില് ഈ എക്സിറ്റ് പോളിൽ പങ്കെടുത്ത ആളുകളുടെ അവലോകനത്തിൽ അവർ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, രാജ്യത്തിലെ സ്ത്രീകൾ, രാജ്യത്തിലെ 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ, രാജ്യത്തിന് പോസിറ്റീവായി കാണുന്ന, സുരക്ഷയെ കാണുന്ന ആളുകൾ, ഇവരുടെ ഒക്കെ മനസ്സിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. മറ്റൊന്ന് നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പലപ്പോഴും തോൽക്കുന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നുകൊണ്ടാണ് ഭരിക്കുന്ന കക്ഷിക്ക് 30% താഴെയാണ് ഭൂരിപക്ഷമുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം 70% ആളുകൾ ഈ സർക്കാരിനും ഈ ചിന്താഗതിക്ക് പണ്ടൊന്നും വരുന്ന പറഞ്ഞിരുന്നില്ല എന്നൊരു വേറെ വസ്തുത. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളിലൂടെ വന്ന വസ്തുതകൾ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? രാജ്യത്തിലെ ഭരണകൂടത്തിന് ഏതാണ്ട് പകുതിയോളമോ പകുതിയിൽ കൂടുതലോ ജനപിന്തുണ കൂടി അവർക്ക് ആർജിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത് സമീപകാല ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാതെ പോയ, നഷ്ടപ്പെട്ടു പോയ ഒരു ചിന്തയാണ്, ഒരു പോസിറ്റീവായ ഒരു സൂചനയാണ്. രാജ്യത്തിലെ ജനങ്ങൾ സർക്കാരിൽ വിശ്വസിക്കുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നു. അഴിമതി തൊട്ടുകണ്ടിയിട്ടില്ലാത്ത രാജ്യസുരക്ഷയുടെയും രാജ്യത്തിന്റെ വികസനത്തിന്റെയും കാര്യത്തിൽ വളരെ കൃത്യമായി തീരുമാനമെടുത്ത് ഒരു ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നു. എക്സിറ്റ് പോളുകളുടെ പ്രസക്തിയും ഇന്ന് വന്നിരിക്കുന്ന ഫലസൂചകങ്ങളും ഒക്കെ നമ്മൾ എത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ അരുണാചലിലെയും സിക്കിമിലെയും ഒക്കെ റിസൾട്ടും കൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഏതാണ്ട് ഇതിനോടമോ മനസ്സിലാക്കുന്ന ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ചാണക്യയുടെ പുതിയ റിപ്പോർട്ട് നമ്മളൊക്കെ കേട്ടതിനേക്കാൾ കുറെ കൂടെ പ്രോ NDA ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾക്കും ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പകരം അവർ ചില തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും അതിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ തങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നും അതുകൊണ്ടായിരിക്കണമല്ലോ അവർ തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ട് പിറ്റേ ദിവസം മാത്രം യോഗം ചേരുകയും ആ യോഗത്തിൽ കൂടെ ഉണ്ടായിരുന്നവർ പോലും പങ്കെടുക്കാതിരിക്കുകയും കേരളത്തിലെ സമൂഹത്തിന്, ഇന്ത്യയിലെ സമൂഹത്തിന് ഒരു ചോദ്യം വരും, ഇവരെങ്ങാനും അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും അവരുടെ നേതാവ്? ആരായിരിക്കും രാജ്യത്ത് പ്രതിദാനം ചെയ്യുക?
ഇത് മുന്നോട്ടായിരിക്കുമോ ഇതിന്റെ ഗതി നിയന്ത്രിക്കുക? അതല്ല പരസ്പരം വശങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്ന ദുർബലമായ വ്യത്യസ്ത ആശയങ്ങളുള്ള ഒരു കൂട്ടുകക്ഷിയുടെ കൈകളിലേക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുത്താൽ, പരിപാടികളോ പദ്ധതികളോ കാഴ്ചപ്പാടുകളോ ഇല്ലാത്തവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്താൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ആ തരത്തിൽ ജനങ്ങൾ വളരെ കൂലങ്കഷവും വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നതാണ് ചൂണ്ടിക്കാണിക്കുക.